പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തതായി മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തുടക്കത്തിലെ ആശംസയും പ്രാർത്ഥനയും എല്ലാം ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിലാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛൻ്റെ ഒരു ആത്മീയ പൈതൃക സ്നേഹ വാത്സല്യ കൂട്ടായ്മയിലാണ് നമ്മൾ ഈ ശുശ്രൂഷകളായിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കർത്താവ് എഴുന്നേറ്റ് നിന്ന് വലിയൊരു അനോയിന്റിങ് കർത്താവ് തരും. ഇന്നത്തെ ദിവസം വലിയൊരു കൃപയുടെ മണിക്കൂറാക്കി കർത്താവ് മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. വഴി നടത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വഴി നടത്തണമേ. ജഡിക പാപങ്ങളെ ചെറുത്ത് നിൽക്കുവാൻ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഉജ്ജ്വലിക്കണമേ. ഹല്ലേലൂയ. 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 ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറക്കെട്ട് പോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറക്കെട്ട് പോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ ദാസന്മാർക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുക. കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അവിടുന്ന് കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവ് കൊണ്ട് നിഹനിച്ച് കർത്താവേ അങ്ങയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക തക്കവിധം ജഡിക പാപങ്ങളുടെയും പാപവാസനകളുടെയും എല്ലാ തരത്തിലും ദുർസ്വാധീനങ്ങളും ഇപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്താൽ കത്തി ചാമ്പലായി മുട്ടിതൽ പ്രാപിക്കട്ടെ. ജഡമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജനനം നൽകണമേ. നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാ. നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാ. ആത്മാവേ കൃപയേകണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ കൃപയേകണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഓരോ കുടുംബങ്ങളിലേക്ക് നമ്മൾ എഴുന്നള്ളി വരണമേ. ഓരോ കുടുംബങ്ങളിലേക്ക് നമ്മൾ എഴുന്നള്ളി വരണമേ. ഓരോ വ്യക്തികളിലേക്ക് നമ്മൾ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ദൈവമേ, നാളുകളായി കുടുംബങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, കുടുംബങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടാരീതികളോട് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോവുക. നിരാശ മാറട്ടെ, നിരാശ മാറട്ടെ, ദുഃഖം നീങ്ങി പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ, പൈശാചികൾ ഒഴിഞ്ഞു പോകട്ടെ. യേശു നാമത്തിൽ വിടുതൽ സ്ഥാപിക്കട്ടെ. സ്നേഹം നിറയട്ടെ, ഐക്യം നിറയട്ടെ, സമാധാനം നിറയട്ടെ, സ്വസ്ഥത നിറയട്ടെ, ക്ഷമ നിറയട്ടെ, വിനയം നിറയട്ടെ, എളിമ നിറയട്ടെ, ദീർഘത നിറയട്ടെ, ദൈവരാജ്യ ചിന്ത നിറയട്ടെ. ഏതെങ്കിലും പ്രത്യേക നിയോഗം ഇന്ന് ഈ അഭിഷേകാന്റെ ശുശ്രൂഷ പ്രത്യേകം സമർപ്പിച്ച് കാണിക്കുന്ന ഓരോ കുടുംബങ്ങളും ഇപ്പോൾ ഈ പ്രാർത്ഥന സമയത്ത് വിടുതൽ സ്ഥാപിച്ച് അനുഗ്രഹം സ്ഥാപിക്കട്ടെ. ഭയം നീങ്ങിപ്പോകട്ടെ, ഭയം നീങ്ങിപ്പോകട്ടെ, ഉത്കണ്ഠ നീങ്ങിപ്പോകട്ടെ, ആകുലത നീങ്ങിപ്പോകട്ടെ, അസ്വസ്ഥത നീങ്ങിപ്പോകട്ടെ, ഉച്ചവാദം നീങ്ങിപ്പോകട്ടെ, വിടുതൽ സ്ഥാപിക്കട്ടെ. പരിശുദ്ധാത്മാ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാ ശക്തി. ഓരോ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുന്നു, ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ ആശീർവദിക്കുന്നു. ദൈവ കൃപ നിറയട്ടെ, ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ. ആരാധന 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 Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. കുട്ടികൾ ബൈബിളൊക്കെ എടുത്ത് തുറന്ന് വെച്ച് വചനമൊക്കെ എഴുതാൻ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മാവിൻ്റെ ശത്രുവാണ് അസ്വസ്ഥത. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെയും വിശുദ്ധ പിതാക്കന്മാരിലൂടെയും വെളിപ്പെടുത്തിയ വലിയ ഒരു രഹസ്യമാണത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ, കുടുംബത്തിലായാലും സന്യാസ ജീവിതത്തിലായാലും വൈദിക ജീവിതത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഏത് സാഹചര്യങ്ങളിലും പെട്ടെന്ന് അസ്വസ്ഥപ്പെട്ട് പോകുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. പെട്ടെന്ന് അസ്വസ്ഥമാണ്, ടെൻഷൻ, ആകുലത, ഉത്കണ്ഠ, ഒരു പ്രത്യേക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ. നിസാര കാര്യം കൊണ്ട് എന്നെ കൊച്ചെ ഇത്ര എന്നെ അസ്വസ്ഥമായിരിക്കുന്ന എന്താ ഉള്ളേ, നീ വിട്ടുകളയെന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും മനുഷ്യരെ ആശ്വസിപ്പിക്കും, സപ്പോർട്ട് ചെയ്യും. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ നമുക്ക് ഏക ആശ്വാസം അപ്പസ്തോലന്മാർക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈശോ അപ്പസ്തോലന്മാരോട് ഈ ഒരു വിഷയത്തിൽ ഈശോ എടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ വാക്യം, Gospel of Luke chapter 24 verse 38 നമുക്ക് വായിക്കാം. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഉച്ചിതനായ ഈശോ മിശിഹ അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അവര് ഇത് വല്ല ഭൂതമായിരിക്കും എന്ന് അവർ ഉത്കണ്ഠപ്പെടുകയാണ്, അവർ അസ്വസ്ഥപ്പെടുകയാണ്, അവർ ഭയപ്പെടുകയാണ്. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെങ്ങനെ അസ്വസ്ഥരാകുന്നത്? നിങ്ങളുടെ മനസ്സിന് എന്തിനാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നത് എന്ന് കർത്താവ് ചോദിക്കുകയാണ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ ഇങ്ങനെ അപ്പസ്തോലന്മാരോട് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അസ്വസ്ഥത അത്ര നല്ലതല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനിങ്ങനെ അസ്വസ്ഥരാകുന്നത്? അങ്ങനെ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല.
അപ്പോൾ അസ്വസ്ഥരാകുക എന്ന് പറയുന്നത് നല്ലതല്ല എന്ന് ഈശോ അപ്പസ്തോലന്മാരെ ഓർപ്പിക്കുകയാണ്. സ്വസ്ഥതയാണ് വേണ്ടത്. ഇങ്ങനെ നിസ്സാര കാര്യത്തിന് അസ്വസ്ഥരാകരുത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥ കൈവിട്ട് പോകരുത്. ഈശോ അവർക്കൊരു ചെറിയ താക്കീത് കൊടുക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ സ്നേഹപൂർവ്വം വചനത്തിൻ്റെ പിൻബലത്തിൽ, വിശുദ്ധന്മാരുടെ വാക്കുകളുടെ പിൻബലത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, അസ്വസ്ഥത ആത്മാവിൻ്റെ വലിയ ഒരു ശത്രുവാണ്. അസ്വസ്ഥത ഹൃദയത്തിൽ നിന്ന് പോകണം. അതിനെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ദെ സാലസ് ഭക്തമാർഗ പ്രവേശിക എന്ന് പറയുന്ന പുസ്തകത്തിൽ 269 പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊന്ന് വായിക്കാം. പാപം കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു ഉത്കണ്ഠ അഥവാ അസ്വാസ്ഥ്യമാണ്. സമുദായ അംഗങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പും കലഹവും ആ സമുദായത്തിന് പൊതു നന്മയ്ക്ക് ഹാനികരമാകുന്നത് പോലെ ഹൃദയം അസ്വസ്ഥവും ഉത്കണ്ഠാഭരിതവും ആയിരിക്കുമ്പോൾ പൂർവാചിതങ്ങളായ പുണ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും തക്കം നോക്കി നിൽക്കുന്ന അശുദ്ധാരൂപയുടെ ആക്രമണങ്ങൾ എതിർത്തു നിൽക്കുന്നതിനുമുള്ള ശക്തി അതിന് നഷ്ടീഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുറച്ച് കൂടുതൽ സെന്റൻസ് അതിനകത്തുള്ളത് കൊണ്ട് ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിശുദ്ധനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. പാപം കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു അസ്വസ്ഥതയാണ്. നിങ്ങൾ എന്ത് ചോദിക്കുക എൻ്റെ സഹോദരങ്ങളെ? പാപം നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പം പാപം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥത, പലതരത്തിലുള്ള അസ്വസ്ഥത. ഒരു പക്ഷേ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ നമ്മളെ അസ്വസ്ഥമാക്കാം, രോഗം നമ്മളെ അസ്വസ്ഥമാക്കാം, അല്ലേ? അങ്ങനെ ബാഹ്യമായി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അസ്വസ്ഥപ്പെടാം. ആന്തരികമായി നടക്കുന്ന സംഘടനകൾ നമ്മൾ അസ്വസ്ഥപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, പാപം കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു അസ്വസ്ഥതയാണ്. അപ്പം അതുകൊണ്ട് പാപത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ എടുക്കുന്നത് പോലെ തന്നെ പരിശ്രമം ഈ അസ്വസ്ഥത മാറ്റാൻ നമ്മൾ എടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും രണ്ടാമത് അതിനകത്ത് പറഞ്ഞിരുന്ന ഒരു സെന്റൻസ് ഇതാണ്, അതായത് പുണ്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുകയില്ല. അതാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. അതായത് നേരത്തെ ആർജിച്ചെടുത്ത പുണ്യങ്ങൾ അവിടെ സംരക്ഷിക്കാൻ പറ്റാതെ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി ശരിക്കും സ്നേഹം എന്ന് പറയുന്നൊരു പുണ്യം പരിശീലിക്കുകയായിരുന്നു. മാക്സിമം സ്നേഹത്തോടെ പെരുമാറാൻ പരിശ്രമിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തൊരു കാര്യത്തിന് അസ്വസ്ഥ വന്നു. അപ്പോൾ സമൂഹത്തിന് അപകടം, പിന്നെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എളിമപ്പെട്ട് പെരുമാറുന്ന ഒരു പുണ്യം ആർജിച്ചെടുത്തു, മനസ്സ് പെട്ടെന്ന് അസ്വസ്ഥമായി, പിന്നെ എളിമപ്പെടാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും മൂന്നാമത്തെ വലിയൊരു അപകടം അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതിതാണ് സഹോദരങ്ങളെ, തക്കം നോക്കിയിരിക്കുന്ന അശുദ്ധ ആരൂപി അവിടെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ആക്രമണങ്ങൾ എതിർത്ത് നിൽക്കാൻ പറ്റുക. അതാണ് വലിയൊരു അപകടം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാക്കിയിരിക്കുന്നത് തക്കം നോക്കി പിശാചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ അപ്പൊ തന്നെ പിശാച് എന്ത് ചെയ്യും? പലതരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതിനോട് ചേർത്ത് നിൽക്കാൻ പറ്റില്ല. ഉദാഹരണം പറയാൽ, നല്ലൊരു ആത്മസംയമനത്തോടു കൂടി ആര് എന്ത് എതിർത്ത് പറഞ്ഞാലും തിരിച്ച് കോപിക്കാതെ ദേഷ്യപ്പെടാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. പെട്ടെന്ന് മനസ്സങ്ങ് അസ്വസ്ഥമായി പോയി. അപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ആ തിന്മ, ആ പിശാചിന്റെ ഒരു പ്രലോഭനം വന്ന് ആ സമയത്ത് എന്നെ ചേർത്ത് നിൽക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട് ആകെ ഒരു പ്രത്യാവസ്ഥയിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആ സെന്റൻസ് ഒന്നുകൂടെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആവും. പാപം കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു അസ്വാസ്ഥ്യമാണ്. സമുദായങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പും കലഹവും ആ സമുദായത്തിൻ്റെ പൊതു നന്മയ്ക്ക് ഹാനികരമാകുന്നത് പോലെ ഹൃദയം അസ്വസ്ഥതയും ഉത്കണ്ഠാഭരിതവുമായിരിക്കുമ്പോൾ പൂർവാചിതങ്ങളായ പുണ്യങ്ങളെ സംരക്ഷിക്കാൻ, ഞാൻ പറഞ്ഞ സ്നേഹം ഉദാഹരണം, തക്കം നോക്കി നിൽക്കുന്ന അശുദ്ധാരൂപയുടെ ആക്രമണങ്ങൾ എതിർക്കാനുള്ള ശക്തി അതിന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. വീണ്ടും ഈ വിശുദ്ധൻ തന്നെ അടുത്ത പേജിൽ 268 പേജിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഹൃദയാസ്വാസ്ഥ്യം ഒരു പ്രലോഭനമാണെന്ന് മാത്രമല്ല, മറിച്ച്
പ്രലോഭനങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവുമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതായത് അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രലോഭനമാണ്. ഉദാഹരണം പറയാം. ഇപ്പം നമുക്കൊരു ജഡിക പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ചെറുത്തു നിൽക്കാൻ നന്നായിട്ട് പരിശ്രമിക്കും. കൊതി തോന്നുന്നു, നമ്മൾ അതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മൾ സർവശക്തിയും ഉപയോഗിച്ച് എതിർത്ത് നിന്ന് ചെറുത്ത് തോൽപ്പിക്കേണ്ട ഒരു പ്രലോഭനമാണ് അസ്വസ്ഥത. എന്നിട്ട് പറയുന്നത് എന്താ? മറ്റനേകം പ്രലോഭനങ്ങളുടെ ഉത്ഭവസ്ഥാനം. അത് വളരെ ശരിയാണ്. കാരണം എന്താ? എൻ്റെ സഹോദരങ്ങളെ, മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ പിന്നെ നിരാശ വരുന്നു. ചില ആൾക്കാർക്ക് മരിക്കണമെന്ന് തോന്നുന്നു, ചില ആൾക്കാർക്ക് പൊട്ടിത്തെറിക്കാൻ തോന്നുന്നു. വേറെ ഒരുപാട് തരത്തിലുള്ള, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ചില സ്വഭാവ വൈകൃതങ്ങളിലേക്ക് പോയി മനസ്സിനൊന്ന് ശാന്തമാക്കാൻ നോക്കുന്നു, മദ്യപിക്കാൻ നോക്കുന്നു. Praise the Lord. Praise the Lord. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങൾ, ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെങ്ങനെ അസ്വസ്ഥരാകുന്നത്? അസ്വസ്ഥത വേണ്ട. പാപം കഴിഞ്ഞാൽ ആത്മാവിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അസ്വസ്ഥത. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ 30-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 30 വേഴ്സ് 15. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ആത്മ വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങളൊന്ന് സ്വസ്ഥമായിരുന്ന രക്ഷപ്പെടും. സ്വസ്ഥമായിരുന്ന രക്ഷപ്പെടും. എന്നിട്ട് പറയാണ്, സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. അപ്പൊ നമ്മുടെ ബലം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബലം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി അല്ല. നമ്മുടെ ബലം എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളല്ല. നമ്മുടെ ബലമെന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തല്ല. നമ്മുടെ ബലമെന്ന് പറയുന്നത് ആൾബലമല്ല. നമ്മുടെ ബലമെന്ന് പറയുന്നത് ഒരു ഇച്ചിരി സ്വസ്ഥത, പിന്നെയോ ദൈവത്തിലുള്ള ആശ്രയം. എന്നിട്ട് കർത്താവ് അവസാനം പറയാ, എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ വളരെ ഉണർവോട് ചെറുക്കേണ്ട ഒരു മേഖലയാണ്. എൻ്റെ സഹോദരൻ, നമ്മൾ ഇങ്ങനെ വ്യഗ്രതപ്പെട്ട് പിടിച്ച് അസ്വസ്ഥപ്പെട്ട് ഒരുപാട് ഓടിയിട്ട് ഇപ്പം എന്തുണ്ടായി? കുറച്ച് കടമുണ്ട്, കുറച്ച് കണ്ണുനീരുമുണ്ട്, കുറച്ച് മനസമാധാനക്കേടുമുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ സ്വസ്ഥമായിരുന്നാൽ നമ്മൾ രക്ഷപ്പെടും. ദൈവത്തിൽ ആശ്രയിച്ചാൽ രക്ഷപ്പെടും. അതുകൊണ്ട് പിശാച് ഒരിക്കലും നമ്മളെ സ്വസ്ഥമായിരിക്കാൻ സമ്മതിക്കുകയില്ല. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. അതുകൊണ്ട് ദാനിയേൽ പ്രവചനത്തിൽ 4-ാമത്തെ അധ്യായത്തിന് 27-ാമത്തെ വാക്യത്തിൽ നബൂഖദ്നേസർ രാജാവിന് വലിയൊരു അപകടം വരികയാണ്. ഉടനെ ദാനിയേൽ ഒരു ഉപദേശം കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്ന ഉപദേശം എന്നറിയാവോ? അതിനാൽ രാജാവേ, എൻ്റെ ഉപദേശം സ്വീകരിക്കുക. ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്നും, മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഒരു പക്ഷേ നിന്റെ സ്വസ്ഥതയുടെ കാലം നീട്ടിക്കിട്ടിയേക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അസ്വസ്ഥതയുടെ കാലം ഒരു സ്വസ്ഥതയുടെ കാലം നീണ്ടു പോകണം. ഇപ്പൊ 2 ദിവസത്തേക്ക് വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, 3-ാം ദിവസം ആകെ അസ്വസ്ഥമായി. അങ്ങനെയല്ല, സ്വസ്ഥതയുടെ കാലം നീണ്ടു പോകണം. സ്വസ്ഥമായിരിക്കണം. സ്വസ്ഥതയാണ് നമ്മുടെ ബലം. അസ്വസ്ഥത പ്രലോഭനമാണ്. അനേക പ്രലോഭനങ്ങൾ ഉത്ഭവസ്ഥാനമാണ്. ആത്മാവിന്റെ പാപം കഴിഞ്ഞാൽ ശത്രുവാണ്. പുണ്യങ്ങൾ നശിപ്പിച്ച് കളയുന്ന സംഗതിയാണ്. ആ സമയത്ത് പിശാച് വന്ന് ചേർത്തെക്കാൻ കഴിയല്ല. അത്ര അപകടം ഉണ്ടാകുന്ന സംഗതിയാണ് അസ്വസ്ഥത മനസ്സിന്റെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിക്കും എന്താണ് അസ്വസ്ഥത എന്നതിനെ കുറിച്ച് ആ വിശുദ്ധൻ തന്നെ പറയുന്ന മനോഹരമായ ഒരു സെന്റൻസ് ഉണ്ട്. നമ്മെ ആവരണം ചെയ്തിരിക്കുന്ന തിന്മയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിനോ നാം അഭിലഷിക്കുന്ന നന്മയെ കരസ്ഥമാക്കുന്നതിനോ ഉള്ള അനിയന്ത്രിതമായ ആശയിൽ നിന്ന് അത്രേ ഉത്കണ്ഠ ഉത്ഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിന്റെ അർത്ഥം? അതായത് 2 കാരണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മളെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു തിന്മ, അതിൽ നിന്ന് രക്ഷപ്പെടണം. ഉദാഹരണം പറഞ്ഞാൽ, ശക്തമായ ഒരു പ്രലോഭനം വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തിന്മ നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു സംഗതി. അത് മോശമാണോ? അത് മോശമല്ല. അതിനൊരിക്കലും നമ്മൾ ആത്മാവിനെ കുറ്റം പറയാൻ പറ്റില്ല. അത് നല്ലത് തന്നെയാണ്. പിന്നെയോ നാം അഭിലഷിക്കുന്ന നന്മയെ കരസ്ഥമാക്കാനുള്ള അനിയന്ത്രിതമായ ആശ എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് നമുക്കിപ്പോൾ ജോലി വേണം, നമുക്ക് ഇന്ന കാര്യങ്ങൾ നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വ്യഗ്രതപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അത് വേണം 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 എന്നുള്ളൊരു ആഗ്രഹം, അതിനകത്തുനിന്ന് അസ്വസ്ഥത വരാം. ഹല്ലേലൂയ. ചെറിയ കുട്ടിയെ നോക്കാം, ആ കുട്ടി ആവശ്യമില്ലാത്ത സംഗതി, പക്ഷെ അത് വേണം വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹവും. അപ്പം എന്തായി മനസ്സ് അസ്വസ്ഥ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഇതിനോട് ചേർന്ന് വരുന്ന ഒരു കാര്യം കർത്താവിന്റെ ആത്മ വെളിപ്പെടുത്തുന്നത്. സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ സുഖലോലപത പോലെ മദ്യാസക്തി പോലെയുള്ള വലിയൊരു സംഗതിയാണ് ജീവിത വ്യഗ്രത. അതായത് നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം നടപ്പാക്കണം, നമ്മൾ വിചാരിച്ച നടക്കണം, അതിന് വേണ്ടിയുള്ള വ്യഗ്രത, അതിനുള്ള ആഗ്രഹം, അതിനുള്ള പരിശ്രമം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി കളയും. ഇത് ഈശോ 2-ാമത്തെ ആഗമനവുമായി ബന്ധപ്പെട്ട വചനമാണെങ്കിലും ഇതിനോട് ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ചില വ്യക്തികളോട് പറയാറുണ്ട്, ഒരു ധ്യാനം കൂടുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛാ എല്ലാം ഒന്ന് സ്വസ്ഥമായിട്ടൊരു ധ്യാനം കൂടാം, ജന്മത്ത് നടക്കില്ല. കാരണം എല്ലാം സ്വസ്ഥമായിട്ട് ധ്യാനം കൂടാൻ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്താ, നമ്മുടെ തന്നെ സ്വന്തം പരിശ്രമം കൊണ്ട് ഇത് മാറ്റാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ലത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ മർത്ത, മറിയം എന്ന് പറഞ്ഞ 2 കഥാപാത്രം. മറിയം എന്ത് ചെയ്തു? സ്വസ്ഥമായി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു. മർത്താവട്ടെ ഒരുപാട് വ്യഗ്രതയാണ്. കാരണം എന്താ, കുറെ എന്ന് വെച്ചാൽ ഈശോയ്ക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ഒരുപാട് കാര്യം, എല്ലാം നല്ലത് തന്നെയാണ്, വേണ്ടെന്നല്ല പറയുന്നത്. എന്നിട്ട് അവസാനം ഈശോ അവിടെ കളക്ട് ചെയ്യുന്നത് എന്താ? ഈശോ അവരെ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മർത്ത മർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും എന്നിട്ട് പറയാം അസ്വസ്ഥതയുമായിരിക്കുന്നു. ഈ അസ്വസ്ഥതയല്ല ആവശ്യം, മറിച്ച് മറിയത്തിന്റെ സ്വസ്ഥതയാണ് ആവശ്യം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. എന്നിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഈ ഇതേ പുസ്തകത്തിൽ 268-ാമത്തെ പേജിൽ എന്താണ് ഈ അസ്വസ്ഥത എന്ന ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ്. നമ്മെ അപ്പോഴപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അനിഷ്ടകരമായ തിന്മകളിൽ നിന്നുളവാകുന്ന മാനസിക അസ്വസ്ഥത്തിനാണല്ലോ വ്യസനം എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? അതായത് ഓരോ സമയത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക അവസ്ഥ വരിക. എന്നിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് വീണ്ടും തുടരുകയാണ്. ആ തിന്മകൾ ചിലപ്പോൾ ബാഹ്യമാകാം, ആന്തരികമോ ആകാം. രോഗം, ദാരിദ്ര്യം മുതലായവ ബാഹ്യമാകാം. അജ്ഞത, നിരുന്മേഷം, പ്രലോഭനം എന്നിവ ആന്തരികമാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ബാഹ്യമായ കാര്യങ്ങൾ വരാം, ആന്തരികമായ കാര്യങ്ങൾ വരാം. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആത്മാവന്തിയും ഇതിനകത്ത് രക്ഷപ്പെടാനുള്ള പല പരിശ്രമങ്ങളും നടത്തും. ആ പരിശ്രമങ്ങൾ നടത്തുക അതിനകത്ത് തന്നെ തെറ്റല്ല, പക്ഷെ അത് നടത്തുന്ന രീതിയാണ് തെറ്റായി മാറുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷി കൂട്ടിലകപ്പെടുക എന്ന് കരുതുക. ആ പക്ഷി കൂട്ടിലകപ്പെട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിടന്ന് ബഹളം വെച്ച് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എന്നതുകൊണ്ട് അത് രക്ഷപ്പെടുകയല്ല. എന്ന് പറയുന്നത് പോലെ തന്നെ സഹോദരങ്ങളെ, മനസ്സ് സ്വസ്ഥമായും ശാന്തമായും ഇരുന്ന് അതിനെ ദൈവസന്നിധിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഇങ്ങനെ ഉണ്ടാകുന്ന ബാഹ്യമായ കാരണങ്ങൾ കൊണ്ടോ ആന്തരികമായ കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന അവസ്ഥകളെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ കിടന്ന് വ്യഗ്രത പിടിച്ചോണ്ടോ അസ്വസ്ഥപ്പെട്ടുണ്ടോ പ്രയോജനം ഉണ്ടാവില്ല എന്ന് വചനം വെളിപ്പെടുത്താം. എന്താണ് ഇതിൻ്റെ പരിഹാര മാർഗം? അപ്പം നമ്മുടെ പ്രശ്നമാണ്, കാര്യമൊക്കെ മനസ്സിലായി, ഇനി ഇതിൻ്റെ പരിഹാര മാർഗം എന്താ? മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഈശോ പഠിപ്പിച്ചു, ഉത്കണ്ഠ മൂലം, ആകുലത മൂലം, അസ്വസ്ഥത മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം അല്പം പോലും വർദ്ധിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പം ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ എന്നാ ചെയ്യാൻ പറ്റുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 14:1. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. ഹല്ലേലൂയ. അപ്പൊ ഈശോ പറയാണ്, നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അസ്വസ്ഥമാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദൈവത്തിൽ വിശ്വസിക്കുവൻ, ഈശോയിൽ വിശ്വസിക്കുവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. 46-ാമത്തെ സങ്കീർത്തനത്തിൽ 10-ാമത്തെ വാക്യം, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക, ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന് ഇതിനകത്ത് എല്ലാം നമ്മളെ സഹായിക്കാൻ വേണ്ടി പറ്റും.
അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധൻ ഇതിന് കൊടുക്കുന്നൊരു നല്ല വ്യാഖ്യാനമുണ്ട്. വിശുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്: തിന്മയിൽ നിന്ന് വിമുക്തി പ്രാപിക്കണമെന്നുള്ള ആത്മാവിൻ്റെ ആഗ്രഹം ദൈവസ്നേഹത്തിൽ നിന്നുള്ളവായതാണെങ്കിൽ സ്വശക്തിയിൽ എന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശാന്തതയോടും സമാധാനത്തോടും വിനയത്തോടും കൂടി അവൾ അതിനുള്ള ഉപാധികളെ ആരായും. എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇതാണ് യോഹന്നാൻ 14 നമ്മൾ വായിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ആത്മാവിൻ്റെ രക്ഷപ്പെടാനുള്ള ആഗ്രഹം ദൈവത്തിൽ നിന്നുള്ള പ്രേരിതമായൊരു സംഗതിയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബാഹ്യവും ആന്തരികമായ പ്രോബ്ലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം ദൈവത്താൽ പ്രേരിതമാണെങ്കിൽ ആ വ്യക്തി ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഉള്ളിലുള്ള സ്വാർത്ഥതയാണ് അതിന് പരിശ്രമിക്കുന്നതെങ്കിൽ വീണ്ടും അദ്ദേഹം തുടരുകയാണ്: ആത്മാവ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം തന്നെ ആശ്രയിക്കുന്നു. അപ്പൊ തന്നെ ആശ്രയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രക്ഷപ്പെടുകയല്ല. അപ്പൊ അതിനകത്ത് തന്നെ വീണ്ടും അസ്വസ്ഥത കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ശാന്തമായിരുന്ന് അതിനെ കൈകാര്യം ചെയ്യണം. ഇനി ശാന്തമായിരുന്ന് അതിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ വിശുദ്ധൻ ഉദ്ദേശിക്കുന്ന കാര്യം ഉദാസീനമായിട്ടോ അശ്രദ്ധമായിട്ടോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ പോകണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് നേടാം ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പല വിധത്തിൽ മനസ്സ് അസ്വസ്ഥമാക്കാൻ തിന്മ ഒരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഉദാഹരണം, ആ പുസ്തകത്തിന് ഞാൻ വായിച്ചു ഓർക്കാണ്, നമുക്ക് അതിവിശിഷ്ടമായ ഒരു സംഗതി ഉണ്ടെന്ന് കരുതുക. അത് നഷ്ടപ്പെടാൻ ഇടയായാൽ നമ്മൾ ആരെങ്കിലും നഷ്ടപ്പെടാൻ സമ്മതിക്കുമോ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവിന് ഏറ്റവും വേണ്ട സംഗതിയാണ് സ്വസ്ഥത. അത് അസ്വസ്ഥമാകാൻ പാടില്ല. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ നമ്മൾ അനുവദിക്കരുത്. എല്ലാ ശ്രമങ്ങളും എടുക്കണം. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 14:14 ആപ്റ്റ് വചനമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില രീതികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതൊരു അപകടമാണെന്ന് തിരിച്ചറിയണം. ഒരു അപകടം തിരിച്ചറിയാം. ഇതൊരു പ്രലോഭനമാണ്. ആത്മാവിൻ്റെ പാപം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ശത്രുവാണ്. പുണ്യങ്ങളെ നശിപ്പിച്ച് കളയും. പ്രലോഭനങ്ങളെ അശുദ്ധാരുടെ ആക്രമണം ചെറുക്കാൻ കഴിയല്ല. വേറെ ഒരുപാട് പാപങ്ങൾ ഇതിനകത്ത് ഉണ്ടായി വരും. അതുകൊണ്ട് ഈശോ പറഞ്ഞു അസ്വസ്ഥമാകരുത്. എന്ത് ചെയ്യണം? സ്വസ്ഥമാകണം. എങ്ങനെ സ്വസ്ഥമാകണം? കർത്താവിൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിരിക്കുക. ദൈവത്തെ ആശ്രയിക്കുക. സ്വന്തം പരിശ്രമം കൊണ്ട് നമ്മളെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളിൽ രക്ഷപ്പെടാൻ പറ്റിയല്ല. പരിശ്രമം വേണ്ട എന്നല്ല പറഞ്ഞത്, പക്ഷെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം പരിശ്രമം. അല്ല തൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവാണ് നമുക്ക് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ കുംഭസാരം എന്ന് പറയുന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ വലിയ ദൈവകൃപ, ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ പിതാക്കന്മാരോട് നമ്മുടെ അവസ്ഥകൾ ഷെയർ ചെയ്യുമ്പോൾ വലിയ കൃപ നമ്മൾ സ്വീകരിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിരുന്ന് ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളുള്ള അസ്വസ്ഥതയെ തുരത്തി ഓടിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ തരട്ടെ. കർത്താവേ, ഒരുപാട് മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ട് കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥത ഞങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല. പരിശുദ്ധ അമ്മ വചനം കേട്ടപ്പോൾ അവളുടെ ഹൃദയം അസ്വസ്ഥമായി. പക്ഷേ പെട്ടെന്ന് അവൾ കർത്താവിൽ ആശ്രയിച്ചു, കർത്താവിന് തന്നെ സമർപ്പിച്ചു. ഞങ്ങളുടെ അമ്മ സ്വസ്ഥയായി. ഇതാണല്ലോ കർത്താവ് അവിടെ നിന്ന് ഞങ്ങളെ ആഗ്രഹിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ അസ്വസ്ഥമാക്കുന്ന പല കാര്യങ്ങൾ, പുറമേ നിന്ന് ഞങ്ങളെ അസ്വസ്ഥമാക്കുന്ന പല കാര്യങ്ങൾ, അവിടെ പരിശുദ്ധ അമ്മ കർത്താവിൽ ആശ്രയിച്ചതുപോലെ, കർത്താവിന് തന്നെ സമർപ്പിച്ചതുപോലെ ജീവിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം. അനാദ്യകാലം മുതൽ ഞങ്ങളുടെ മനസ്സിൽ ഊറിക്കിടക്കുന്ന ആകുലത, ഉത്കണ്ഠ, അസ്വസ്ഥത, ഭയം എല്ലാം അവിടെ നിന്ന് കഴുകി വെട്ടിപ്പാക്കണം. ഞങ്ങളുടെ ആന്തരിക മുറിവുകളെല്ലാം അവിടെ നിന്ന് വെട്ടിപ്പാക്കണം കർത്താവേ. വലിയ സ്വസ്ഥതയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. ആദികാലം മുതൽ നിന്നിടുന്ന ഭീതിയുൽ കണ്ട തിന്മ നിരാശകൾ ആശയ കീടണേ.
തീ